നമുക്കിപ്പം പിയാസുൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ഞാൻ പിയാസുലിലേക്ക് വരാം, അതിന് മുമ്പ് ജിമ്മിയിലേക്ക് എത്തിയാൽ. ജിമ്മി, ഇതൊരു അസാധാരണമായ വിജയമാണോ? എത്ര ദൂരവ്യാപകമായ ഫലമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്ത് ഇമ്പാക്റ്റാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്? ഡെവസ്റ്റേറ്റിംഗ് എന്നുള്ളതാണ് ഒറ്റ വാക്ക്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഇരുന്നിട്ട് ഈ ഞാൻ പറഞ്ഞ ഡെവസ്റ്റേറ്റിംഗ് ആയാലും അസാധാരണം എന്ന് പറഞ്ഞാലും നമുക്കിത് മുമ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു വിഷയം. കഴിഞ്ഞ ദിവസം പോലും ഇത്രയും വലിയ വിജയം അത് BJP ക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അമിത്ഷായ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ആർക്കും എക്സിറ്റ് പോൾസിനും പറ്റിയില്ല. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇരുന്ന് നമുക്ക് ഒരു കാര്യം പറയേണ്ട അതുകൊണ്ട് തോറ്റു, അടുത്ത കാര്യം പറഞ്ഞാൽ അതുകൊണ്ട് തോറ്റു, ഏത് പറഞ്ഞാലും ശരിയാവും. കാരണം തോറ്റ് അമ്പയെ പരാജയപ്പെട്ട് തകർന്നു കിടക്കുന്ന ഒരു സംഘടനയെക്കുറിച്ചും ഒരു മുന്നണിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് എത്രത്തോളം അതിനകത്ത് ശരിയുണ്ടാകും നമുക്കറിയില്ല, എങ്കിലും പറഞ്ഞു നോക്കാം എന്നുള്ളതേ ഉള്ളൂ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത്. കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ പെടലേക്ക് ഇത് വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഇന്ത്യയിൽ ഇനി അത് ചിലവാകാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് വോട്ട് ചോറി ആരോപണം 8 നിലയിൽ പൊളിഞ്ഞു വീഴാൻ പോവുകയാണ്. അതിനുശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ കൺക്ലൂസീവായ തെളിവുകളോടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞ കാര്യം ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ വെച്ച് കഴിഞ്ഞ 5-6 മാസമായി കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന പ്രതിപക്ഷത്തിൻ്റെയും മറ്റ് കുറേ മാധ്യമങ്ങളിലേക്ക് പിന്തുണയോടെ കൊണ്ടുവന്ന ഒരു കാര്യം തെരഞ്ഞെടുപ്പിൽ ഏഷ്യയിലെന്ന് മാത്രമല്ല അതിദയനീയമായി തോൽക്കുന്ന ഒരു കാഴ്ചയാണ്. 4-6-2 കോൺഗ്രസിൻ്റെ സീറ്റ് എത്രയാണ് നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല, അവസാനം 6 പറയുന്നു. എന്ന് മാത്രമല്ല 10% വോട്ടിൻ്റെ വ്യത്യാസമാണ് രണ്ട് മുന്നണികൾ തമ്മിലുള്ളത്. ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും. 49% NDA മുന്നണിയുടെ വോട്ട്, ഇപ്പുറത്ത് 38 അടുത്ത് കിടന്ന് കിതയ്ക്കുന്നതേ ഉള്ളൂ. അൺബിലീവബിൾ വിക്ടറി. ഇതിനകത്ത് എല്ലാവരും പറയുന്ന 10,000 വോട്ടിൻ്റെ 10,000 രൂപയുടെ എല്ലാ വീട്ടമ്മമാർക്കും കൊടുത്ത പണം, അതുപോലെ തന്നെ വിവിധ പ്രഖ്യാപനങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് ഫാക്ടറായിട്ടുണ്ട്. അതിനകത്ത് സംശയമൊന്നുമില്ല. ഈ ഫ്രീബീസ് എന്ന് പറയുന്നതിനെ കുറച്ചു കാലം മുമ്പ് വരെ കളിയാക്കിക്കൊണ്ടിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളും പാർട്ടിയും മുന്നണിയും ഇപ്പോൾ കാര്യമായി ഇതിൽ വിശ്വസിക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. അതിന് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഇത്രയും ഉണ്ടാകുമെന്ന് അറിയില്ലായിരുന്നു, പക്ഷേ അത് സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ കോവിഡിന് ശേഷം ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതാവസ്ഥകൾ മുഴുവൻ തകർന്ന് നിലംപരിശായിരിക്കുകയാണ്. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ ഫ്രീബീസ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. കാരണം അത്രയും മോശം അവസ്ഥയിലാണ് ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാർ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഒരു മിഡിൽ ക്ലാസ്സിന് താഴേക്കുള്ള മനുഷ്യരുടെ മുഴുവൻ അവസ്ഥ ഇങ്ങനെയാണ്. ആ വീട്ടിലേക്ക് ഒരു 2,000 രൂപ മുതൽ 10,000 രൂപയോ കുറച്ച് കൂടുതൽ പണമോ കിട്ടിയാൽ അതൊരു വലിയ കാര്യമാണ്. ഈ വോട്ട് ചോരിയോ അത് സംബന്ധിച്ചുള്ള തട്ടിപ്പുകളെക്കുറിച്ചൊന്നും ജനങ്ങൾക്ക് വിഷയമേ അല്ല. 2020 മുമ്പുള്ളതിനേക്കാൾ ജനങ്ങൾക്ക് ഇപ്പോൾ അത് വിഷയമല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. കാരണം ജീവിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടുന്ന, തൊഴിലില്ലായ്മ അതിഭീകരമായി കൂടി നിൽക്കുന്ന, നാണയപ്പെരുപ്പം കൂടി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. അവിടെ ഒരു 10,000 രൂപ ഒരു വീട്ടിലെത്തുക എന്ന് പറഞ്ഞാൽ ആ 10,000 രൂപ സത്യത്തിൽ അത് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഈ 10,000 രൂപ കൊണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തുമോ? ഇതൊരു വലിയ പദ്ധതിയാണ്. ഇതിന് ശേഷം 2 ലക്ഷം രൂപ കൊടുക്കും മര്യാദയ്ക്ക് അവർ ജോലി ചെയ്യുകയാണെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. 10,000 രൂപ ഫ്രീ ആയിട്ട് വെറുതെ കൊടുത്താണെന്ന് തന്നെ വിചാരിച്ചോളൂ. ആ 10,000 രൂപയ്ക്ക് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അതോടൊപ്പം BJPക്ക് എതിരെ നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ജാതി സമവാക്യങ്ങൾ അമ്പയെ തകർന്ന കാഴ്ചയാണ് കണ്ടത്. എത്രയോ കാലമായി യാദവ് മുസ്ലിം കോമ്പിനേഷനിൽ മത്സരിച്ചു കൊണ്ടിരുന്ന ഒരു മുന്നണി, ഒരു പാർട്ടി, ഇന്ത്യ സഖ്യം, RJD ഇത്തവണ മുസ്ലിം സ്ഥാനാർത്ഥികളെ കുറയ്ക്കുകയാണ് ചെയ്തത്. അവിടുന്ന് തന്നെ അടി പതറുകയാണ്. യാദവർ തിരിച്ചു വരുന്നെന്ന് വിചാരിച്ചവർ കൂടി ബീഹാറിൻ്റെ ഒരു പ്രത്യേകത, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആണ്ട് 22% ഈ 22% എക്സ്ട്രീം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, ഈ 22% NDA സഖ്യത്തിൻ്റെ ആണിക്കല്ലായി മാറുകയും BJP മേൽസമുദായ വോട്ടുകൾ അല്ലാതെ തന്നെ പിടിക്കുകയുമൊക്കെ ചെയ്തതോടുകൂടി അപ്രതിരോധമായ ഒരു വലിയ കോട്ടയായി മാറുകയായിരുന്നു NDA സഖ്യം ബീഹാറിൽ. അതാണ് പരാജയത്തിൻ്റെ ആക്കം വർദ്ധിപ്പിച്ചത്. ഇതൊന്നും പോരാത്തതിന് അസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി കിഴക്കൻ ബീഹാറിലെ പ്രധാനപ്പെട്ട മേഖലകളിൽ 25 സ്ഥാനാർത്ഥികളാണ് നിർത്തിയത്. അതിൽ ആ 25 സ്ഥാനാർത്ഥികൾ നിർത്തിയതിൽ 6 അവർ ജയിച്ചു. 9 40% മുസ്ലിങ്ങളുള്ള ഒരു മേഖലയാണ്. അവിടെ 6 തോൽപ്പിച്ചത് മഹാഗഠബന്ധൻ്റെ സ്ഥാനാർത്ഥികളെ തന്നെയായിരുന്നു, ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികളെ തന്നെയായിരുന്നു. അങ്ങനെ തൊടുന്നതെല്ലാം പിഴയ്ക്കുന്ന, എല്ലാ തന്ത്രങ്ങളും പൊളിഞ്ഞുപോയ ഒരു തെരഞ്ഞെടുപ്പായി വേണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ അതിനെ വിലയിരുത്താൻ. ഇതിനകത്ത് അങ്ങനെ കഴിഞ്ഞോണത്തെ അതേ നില 2015 വരില്ല, 2020 അവർ 5 സീറ്റ്, ഇപ്പോൾ 5 സീറ്റ്. 9 സീറ്റാണ് സീമാഞ്ചൽ മേഖലയിലുള്ളത്. അതിൽ 5 അവർ ജയിച്ചിരിക്കുന്നു. ഇങ്ങനെ തന്ത്രങ്ങളെല്ലാം പൊളിയുന്ന ഒരു സമയത്ത് ഇവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പോലും ആയില്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം.
12 സീറ്റിലാണ് ഈ കോൺഗ്രസും അതുപോലെ തന്നെ രാഷ്ട്രീയ ജനതാദളും സൗഹൃദ മത്സരം നടത്തിയത്. അതും പൊളിഞ്ഞു. ഇതിനകത്തെല്ലാം ഇതിൻ്റെ മുഴുവൻ പാപഭേരം പക്ഷേ പേറാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ 6 സീറ്റ് കൊടുക്കുകയാണെങ്കിൽ കോൺഗ്രസിനെയും പിന്നെ ലാലു പ്രസാദ് ഇവരെയും പിന്തുണയ്ക്കാന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സീറ്റ് 6 സീറ്റ് കൊടുത്താൽ എല്ലാ സ്ഥലത്തും പിന്തുണയ്ക്കാം, ഞങ്ങൾക്ക് 6 സീറ്റ് തന്നാൽ മതി, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പിന്തുണ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തില്ല. ഒവൈസിയുടെ പാർട്ടിയുടെ ഒരു പ്രശ്നം, ഒവൈസിയുടെ പാർട്ടി ബീഹാറിൽ മാത്രമല്ല, ബീഹാറിൽ വലിയ ബേസ് ഉള്ള പാർട്ടിയൊന്നുമല്ല, സീമാഞ്ചൽ റീജിയനിലാണ് അവർക്ക് വലിയ ചെറുതായ സപ്പോർട്ടെങ്കിലും വാങ്ങാനുള്ള ഇത് കാണിക്കുന്നില്ല. അതിന്റെ പ്രശ്നം എന്താണെന്ന് സംവിധാനത്തെ കൂടെ നിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മുസ്ലിം പാർട്ടിയെ ഒരു കാരണവശാലും കോൺഗ്രസിനെ കൂടെ നിർത്താൻ പറ്റില്ല എന്നോർത്തിരുന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. തൊടാൻ പറ്റില്ല, തൊട്ട ചിലപ്പോൾ ഉള്ളതും കൂടെ പോകും. അപ്പം ചോദിക്കും ഇതിലും കൂടുതൽ എന്താ പോകാനുള്ളത്, ഇത് വേറെ കാര്യം. പക്ഷെ തൊടാൻ പറ്റില്ല. ഈ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയെ അതുപോലുള്ള മുസ്ലിം പാർട്ടികളെ തൊടാതെ തന്നെ ഇപ്പോൾ തന്നെ മോദി എന്താ പറഞ്ഞത് പ്രസംഗത്തിൽ, മുസ്ലിം നക്സൽ പാർട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതാണ് അതിൻ്റെ നറേറ്റീവ്. ആ നറേറ്റീവിൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളിപ്പോവും, കൂടെ കൂട്ടാൻ പറ്റില്ല. ഇതൊന്നും പോരാത്ത ഇതിൻ്റെ മുഴുവൻ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിയുടെ തലയിലിരിക്കും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വന്ന ഇന്ത്യ സഖ്യം തോൽവിയാണ് എന്നുള്ളതാണ്. ഇപ്പം 2024 തെരഞ്ഞെടുപ്പിന് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഹരിയാന തോറ്റു, മഹാരാഷ്ട്ര തോറ്റു, ഡൽഹി തോറ്റു, കശ്മീരിൽ ഇന്ത്യ സഖ്യമാണ്, ഇപ്പോൾ ബീഹാറിലും തോറ്റിരിക്കുന്നു. ഇനി 6 ഇടത്തൂടെ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. ഇന്ന് മോദി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇനി വരാൻ പോകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പേര് കേരളത്തിൻ്റെയാണ്. അതെ, എത്രത്തോളം ഗൗരവമായിട്ടാണ് കേരളത്തെ കാണുന്നത് നോക്കൂ. അപ്പോൾ ചുരുക്കത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി, അതിനുശേഷം രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വോട്ട് ചോരി ആരോപണം, അതിൻ്റെ മുനയൊഴിച്ചെന്ന് മാത്രമല്ല അതൊരു ആഘോഷമാക്കി മാറ്റി ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് പ്രതിപക്ഷത്തിൻ്റെ ഈ ആരോപണങ്ങളുടെ എല്ലാം ശേഷക്രിയയാണ്. എന്താ ഫിനിഷ് ചെയ്യാന്ന് പറയും. ഇനി കുറച്ച് നാളത്തേക്ക് വോട്ട് ചോരി ആരോപണമായി വരാൻ നിങ്ങൾക്ക് ധാർമ്മികമായ അവകാശമില്ല എന്ന് പറയുകയും ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുണ്ട്, വളരെ ക്രൂഷ്യലായിട്ടുള്ള ആസാമിലുണ്ട്, കേരളത്തിലുണ്ട്, പശ്ചിമ ബംഗാളിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, പോണ്ടിച്ചേരിയിലുണ്ട്, പുതുച്ചേരിയിലുണ്ട്. ഇവിടെയെല്ലാം BJP അടുത്ത ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ സത്യത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയ ബിൽഡപ്പ്, വോട്ട് ചോരി ആരോപണം ഉയർത്തിയുള്ള ബിൽഡപ്പ്, അത് ഇന്ത്യ മുന്നണിക്ക് തന്നെ പാരയാകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, എല്ലാ ശക്തിയും സമാഹരിച്ച് ആഞ്ഞടിച്ച ഒരു ആരോപണം. ആ ആരോപണം ഞങ്ങൾ പൊളിച്ചിരിക്കുന്നു. 10% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നിങ്ങൾ തോറ്റിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് മറുപടിയില്ല. അത് ഇലക്ഷൻ കമ്മീഷനാണെന്ന് പറഞ്ഞാലൊന്നും തൽക്കാലം ചിലവാകാനും പോകുന്നില്ല, മറ്റ് തെളിവുകൾ വരാത്തിടത്തോളം കാലം. അസാമാന്യമായ വിജയം, ഒരു സംശയവുമില്ല. ഇന്ത്യ സഖ്യം ഇതിൽ നിന്ന് തിരിച്ചു കയറാൻ, രാഹുൽ ഗാന്ധി എന്ന നേതാവ് തിരിച്ചു കയറാൻ ഒരുപാട് കാലമെടുക്കും, ഒരുപാട് പാടുപെടേണ്ടി വരും. Meet the editors.